മലയാളിയായിട്ട് തമിഴനായി മാറിയോ? ജയറാമിനെതിരെ സംവിധായകൻ ശാന്തിവിള ദിനേശിന്റെ രൂക്ഷ വിമർശനം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാകുന്നു. മലയാളത്തിലും തമിഴിലുമായി നൽകിയ അഭിമുഖങ്ങളിൽ വ്യത്യസ്ത നിലപാടുകൾ സ്വീകരിച്ചെന്ന ആരോപണത്തെ തുടർന്നാണ് നടൻ ജയറാമിനെതിരെ സോഷ്യൽ മീഡിയയിൽ വിമർശനങ്ങളും ട്രോളുകളും ശക്തമായത്. എന്നാൽ വിഷയത്തിൽ ഇതുവരെ ജയറാം നേരിട്ട് പ്രതികരിച്ചിട്ടില്ല. ഇതിനിടെ സംവിധായകൻ ശാന്തിവിള ദിനേശ് തന്റെ യൂട്യൂബ് ചാനലിലൂടെ നടത്തിയ പരാമർശങ്ങളാണ് ഇപ്പോൾ കൂടുതൽ ശ്രദ്ധ നേടുന്നത്. അതിവിനയം കാണിക്കുന്നവരെ വിശ്വസിക്കരുത് എന്ന് ഒരിക്കൽ നടൻ ശ്രീനിവാസൻ പറഞ്ഞ ഉപദേശം താൻ ജീവിതത്തിൽ പലതവണ ശരിവെച്ചിട്ടുണ്ടെന്നും ജയറാമിന്റെ കാര്യത്തിൽ അത് 100% ശരിയാണെന്നും ശാന്തിവിള ദിനേശ് തുറന്നടിച്ചു. ക്യാമറയ്ക്ക് മുന്നിൽ മാത്രം അല്ല, ജീവിതത്തിലും ജയറാം അഭിനയിക്കുകയാണെന്ന തരത്തിലുള്ള ആരോപണവുമാണ് അദ്ദേഹം ഉന്നയിച്ചത്. കാണുന്നവർക്ക് വളരെ നിഷ്കളങ്കനും സാധാരണക്കാരനുമായ ഒരാളെന്ന തോന്നൽ ഉണ്ടാക്കുന്ന രീതിയിലാണ് ജയറാം പെരുമാറുന്നത്. പക്ഷെ അത് യഥാർത്ഥ സ്വഭാവമല്ല, ഒരു ഇമേജ് ബിൽഡിംഗ് ആണ് എന്നാണ് ശാന്തിവിള ദിനേശിന്റെ വിമർശനം. അതോടൊപ്പം ജയറാമിന്റെ ഭാഷാപരമായ നിലപാടുകളെയും അദ്ദേഹം ചോദ്യം ചെയ്തു. കേരളത്തിൽ ജനിച്ചു വളർന്ന് മലയാള സിനിമയിലൂടെ ജനപ്രീതി നേടി. ജീവിതത്തിന്റെ പ്രധാന ഘട്ടങ്ങളെല്ലാം കേരളത്തിൽ നടന്നിട്ടും തമിഴ് മാധ്യമങ്ങൾക്ക് മുന്നിൽ തമിഴാണ് മാതൃഭാഷ എന്ന് പറയുന്നത് എന്തിനാണെന്ന് അദ്ദേഹം ചോദിച്ചു. ഒരു യൂട്യൂബർ പറഞ്ഞതുപോലെ 2 രൂപയുടെ എളിമ കാണിക്കേണ്ടിടത്ത് 2000 രൂപയുടെ എളിമ കാണിക്കുന്ന വ്യക്തിയാണ് ജയറാം എന്ന പരാമർശവും അദ്ദേഹം ആവർത്തിച്ചു. മലയാളം ക്യാമറയ്ക്ക് മുന്നിലെത്തുമ്പോൾ മലയാളിയായും തമിഴ് ക്യാമറയ്ക്ക് മുന്നിലെത്തുമ്പോൾ തമിഴനായും മാറുന്ന സമീപനമാണ് ഇപ്പോൾ വിമർശനങ്ങൾക്ക് ഇടയാക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. അതേസമയം വർഷങ്ങളായി തമിഴ്നാട്ടിൽ ജീവിക്കുന്ന മോഹൻലാൽ, മമ്മൂട്ടി, ദുൽഖർ സൽമാൻ, ഫഹദ് ഫാസിൽ, നയൻതാര, പ്രിയദർശൻ, കല്യാണി പ്രിയദർശൻ തുടങ്ങിയ നിരവധി താരങ്ങൾ സ്വന്തം മലയാളി സ്വത്വം ഒരിക്കലും മറച്ചു വെച്ചിട്ടില്ലെന്നും ശാന്തിവിള ദിനേശ് ചൂണ്ടിക്കാട്ടി. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാകുന്നത് മറ്റൊരു കാര്യമാണ്. ഇത് ശരിക്കും ഒരു ഇമേജ് പൊളിറ്റിക്സ് ആണോ, അല്ലെങ്കിൽ വിവിധ ഭാഷകളിലുള്ള പ്രേക്ഷകരോട് അടുത്തു നിൽക്കാനുള്ള ഒരു താരത്തിന്റെ ശ്രമമോ? ചിലർ ശാന്തിവിള ദിനേശിന്റെ വിമർശനത്തെ പിന്തുണയ്ക്കുമ്പോൾ മറ്റു ചിലർ അത് വ്യക്തിപരമായ ആക്രമണമാണെന്നും അഭിപ്രായപ്പെടുന്നു. ജയറാം ഈ വിഷയത്തിൽ പ്രതികരിക്കുമോ എന്നതാണ് ഇനി ആരാധകരും സിനിമാ പ്രേക്ഷകരും ഉറ്റുനോക്കുന്നത്.